Hello guys, thanks for checking back on my channel, Mr. Chef. വളരെ സന്തോഷകരമായ ഒരു വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളുടെ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മൾ 100K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും എല്ലാ സ്നേഹത്തിനും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. നമ്മളുടെ ഈ വീഡിയോയിലൂടെ നമ്മളുടെ ചാനലിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് സേവ് ഫാർമേഴ്സ് ആണ്. യുവർ ആക്ഷൻ സ്പീക്സ് ബെറ്റർ ദാൻ യുവർ വേർഡ്സ് എന്നാണ് പറയുന്നത്. കൃഷി ചെയ്യുന്ന നമ്മളുടെ വ്യൂവേഴ്സ് എല്ലാവരും നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളെ ഞാൻ റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് അയച്ചു തരുന്നതാണ്. ഇത് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കൃഷി ചെയ്യുന്ന ഓരോരുത്തരും ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന പാർട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഗിഫ്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കുകയും വേണ്ട. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ജിഞ്ചറും ഗാർലിക്കും നമ്മളുടെ കിച്ചണിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ ഈവൻ കോണ്ടിനെന്റൽ കുക്കിങ്ങിൽ അഭിവാജ്യമായ ഒരു ഘടകമാണ്. ഈ ജിഞ്ചറും ഗാർലിക്കും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇനി നമ്മളുടെ ഈ വീഡിയോ അധികം നീട്ടാതെ തന്നെ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള ഒരു 200 ഗ്രാം ഗാർലിക് ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ 200 ഗ്രാം ജിഞ്ചറും നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറ് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ഗാർലിക് ഇടാം. അതിനുശേഷം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ജിഞ്ചറും നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സോൾട്ട്, 1/2 കപ്പ് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഹാൻഡ് ബ്ലെൻഡറിന്റെ ലിങ്ക് വെച്ച് കുറേ പേര് എനിക്ക് കമന്റ് ചെയ്തിരുന്നു. ഇതിന്റെ കൂടെ നമുക്കൊരു ഗ്രൈൻഡറും വരുന്നുണ്ട്, അതേമാതിരി തന്നെ നമുക്കൊരു വിസ്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് ഫ്രീസറിൽ കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഐസ് ക്യൂബിന്റെ പ്ലാസ്റ്റിക് ട്രേ ആണ്. ഇതിലേക്കാണ് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. 1 ടേബിൾ സ്പൂണിന്റെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്താണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മളിങ്ങനെ എക്സാക്റ്റ് മെഷർ ചെയ്ത് ഇതിൽ നമ്മൾ ഫ്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഗാർലിക്കും ജിഞ്ചറും ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള എക്സാക്റ്റ് മെഷർമെന്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഐസ് ട്രേയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഇതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് എസ്കേപ്പ് ആയിട്ട് നമുക്ക് സോളിഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുന്നത്. ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിലൊന്ന് ജസ്റ്റ് എക്സ്ട്രാ ഉള്ളത് വൈപ്പ് ചെയ്തെടുത്ത് അതിനുശേഷം ഇതിന്റെ ലിഡ് വെച്ച് നമുക്കിത് ഓൾമോസ്റ്റ് 6 മാസം വരെ ഫ്രീസറിൽ കേട് കൂടാണ്ട് വെച്ച് നമുക്കിത് നമ്മളുടെ കറികൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗൈസ്, നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് നിങ്ങൾക്ക് സെയിം ടൈമിൽ വാച്ച് ചെയ്യാനും പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.